കൊട്ടിക്കലാശത്തിന് ഇനി അധികം സമയമില്ല. ഓരോ പാർട്ടിയുടെയും കരുത്ത് തെളിയിക്കുന്ന രീതിയിലാണ് മുന്നണിയിലെ ഓരോ പാർട്ടി പ്രവർത്തകരും അവിടെ പെരുമാറുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ആവേശമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ബെൻസൺ കൂടി ചേരുന്നുണ്ട്. ബെൻസൺ, 22 ദിവസം മാത്രം ലഭിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശമാവുകയാണ്. എന്തൊക്കെയാണ് പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ലഭിക്കുന്നത്? അവിടെ എത്രത്തോളം ആവേശമുണ്ട്? അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു. ഓരോ വോട്ടുകളും നിർണായകമാണെന്നതിൽ ഓരോ മുന്നണികൾക്കും വ്യക്തമായ ധാരണയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. കൊട്ടിക്കലാശത്തോടുകൂടി ഇത് അവസാനിക്കുന്നു. ഇനി നിശബ്ദ പ്രചാരണമായിരിക്കും. ഇപ്പോൾ എത്രത്തോളം ആവേശമുണ്ട് നിലമ്പൂരിൽ, ഏറനാട്ടിൽ? അഖില, ഇനി 48 മിനിറ്റുകൾ മാത്രമാണ് പരസ്യപ്രചാരണം അവസാനിക്കാനുള്ളത്. പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ശക്തി കാണിക്കുക എന്നുള്ളത് തന്നെയാണ് മുന്നണികൾ ഇവിടെ കാണുന്നത്. നമുക്ക് ആ കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, അൻവർ പൊതു ഇത്തരത്തിലൊരു പര്യടനത്തിന് എത്തിയിട്ടില്ല എന്നുള്ളത്. അൻവർ തൻ്റെ വീടുകൾ കയറിയുള്ള പര്യടനത്തിൻ്റെ ഭാഗമായി അത്തരത്തിൽ ഈ ഒരു പരസ്യപ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഇല്ല എന്നത് മാറ്റി നിർത്തിയാൽ BJPയും LDFും UDFും തങ്ങളാലാവുന്ന വിധത്തിലെല്ലാം തന്നെ പരമാവധി പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ശക്തി പ്രകടനം നടത്തുകയാണ് നിലമ്പൂരിൽ. നമ്മളിവിടുത്തെ ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിലമ്പൂർ മുൻപ് ഇത്തരത്തിലൊന്നും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. അത്രയും വലിയ ആവേശത്തിലാണ് മുന്നണികളുള്ളത്, പാർട്ടി പ്രവർത്തകരുള്ളത്, പാർട്ടി നേതാക്കളുള്ളത്. എല്ലാവരും വലിയ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. അമരമ്പലം, കരുളായി, പോത്തുകല്ല്, മുത്തേടം, വഴിക്കടവ് എന്നിങ്ങനെ ഈ മണ്ഡലത്തിന്റെ എത്തിച്ചേരാൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം ഇക്കഴിഞ്ഞ 22 ദിവസങ്ങൾ കൊണ്ട് സ്ഥാനാർത്ഥികൾ എത്തുന്നു. സ്ഥാനാർത്ഥിക്കായി പര്യടനത്തിനായി എത്തിയിട്ടുള്ള നേതാക്കൾ എത്തുന്നു. ഈ ഓരോ ഈച്ച് ആൻഡ് എവരി കോർണർ എന്ന് നമ്മൾ പറയുന്ന പോലെ മുക്കിലും മൂലയിലും എത്തി പ്രചാരണം ശക്തമാക്കുന്ന കാഴ്ചയായിരുന്നു ഈ 22 ദിവസവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മിനിറ്റുകൾ മാത്രം അവശേഷിക്കുന്നു ഈ പരസ്യ പ്രചരണത്തിൽ. ഉയർന്നു വന്ന വാദപ്രതിവാദങ്ങൾ, ഉയർന്നു വന്ന ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, ഇവയ്ക്കെല്ലാം പരസ്പരം ഉത്തരം നൽകിക്കൊണ്ട്, പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് 22 ദിവസം മുൻപോട്ട് പോയി. ഇനി ശക്തിപ്രകടനം കാണിക്കുന്നു. ഇതിനുശേഷം നാളെ നിശബ്ദ പ്രചരണമാണ്. അതിനുശേഷം നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. അവിടെ എത്തുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നതിനെപ്പറ്റി ഒരു കൃത്യമായ ഉത്തരം, അല്ലെങ്കിൽ അതിന് ഒരു ഡിസിഷൻ അത് ആളുകൾ എടുത്തിട്ടുണ്ട്. അത് ആർക്ക് അനുകൂലമായിരിക്കും എന്നറിയാൻ 23-ാം തീയതി വരെ കാത്തിരിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു മത്സരം തന്നെയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പായി മാത്രം മുൻപോട്ട് പോകുമെന്ന് കരുതിയെടുത്തു നിന്നാണ് LDF M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ എഡ്ജ് ആദ്യഘട്ടത്തിൽ തന്നെ LDF ക്യാമ്പിന് നൽകിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് അങ്ങോട്ട് ചിട്ടയായ പ്രവർത്തനം അടിത്തട്ടിൽ തൊട്ട് തുടങ്ങി, സാധാരണ പ്രവർത്തകരിൽ തുടങ്ങി, അനുഭാവികളിൽ തുടങ്ങി, പ്രവർത്തകരിൽ തുടങ്ങി, നേതാക്കളിലൂടെ കൃത്യമായും ആളുകളിലേക്ക് എത്തി, കൃത്യമായും എന്തൊക്കെ മണ്ഡലത്തിൽ ചർച്ചയാകണമെന്ന കാര്യങ്ങളിൽ ഒരു നിശ്ചയം LDF ക്യാമ്പിനുണ്ടായിരുന്നു. അവ കൃത്യമായും മണ്ഡലത്തിൽ ചർച്ചയാക്കിക്കൊണ്ട് തന്നെയായിരുന്നു LDF ക്യാമ്പ് മുൻപോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടം മുതൽ നിശ്ചിത ഇടവേളകളിൽ ഓരോ ആരോപണങ്ങൾ ഉയർന്നു വന്നു. ഓരോ ആരോപണങ്ങളും ഓരോ വിവാദങ്ങളും ഉയർന്നു വന്നു. ഈ ആരോപണങ്ങളും വിവാദങ്ങളും എല്ലാം തന്നെ തങ്ങൾക്ക് സാർത്ഥകമാകുന്ന രീതിയിൽ, തങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ LDFന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്ന KC വേണുഗോപാലിന്റെ അവർ UDFന്റെ കൺവെൻഷനിൽ വെച്ച് പറഞ്ഞതാണ് ഇത്തരത്തിൽ ഈ ക്ഷേമ പെൻഷനുകൾ കൈക്കൂലിയായി നൽകുന്നു എന്ന തരത്തിലുള്ള പരാമർശം KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് വീണ് കിട്ടിയ ഒരു അവസരമായി LDF കാണുന്നു, LDF ക്യാമ്പ് കാണുന്നു. അത് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ദിനങ്ങളിലും കൃത്യമായും പ്രചാരണത്തിൽ ഉപയോഗിക്കുന്നു. അത് ഓരോ ഇടങ്ങളിലും പ്രചാരണത്തിന്റെ ഭാഗമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം ഉയർന്നു വന്ന ഓരോ ആരോപണങ്ങളിലും അല്ലെങ്കിൽ ഓരോ വിവാദങ്ങളും അത് തങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം. ആ വിവാദത്തെ തുടർന്ന് പിന്നീട് നമ്മൾ കണ്ടതാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു LDF. അതുപോലെ തന്നെ ഈ നിരവധി സാഹിത്യകാരന്മാർ സ്വരാജിന് അനുകൂലമായി സംസാരിച്ചുകൊണ്ട്, സ്വരാജിനെ പ്രകീർത്തിച്ചുകൊണ്ട് മുൻപോട്ട് വന്നു. സ്വരാജിന് വേണ്ടി വോട്ട് തേടി മുൻപോട്ട് വന്നു. ആ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ വഴി, സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ രീതിയിലുള്ള ആക്ഷേപം ഇത്തരത്തിൽ സാഹിത്യകാരന്മാർക്ക് നേരെ ഉണ്ടായത് നമ്മൾ കണ്ടു. നിലമ്പൂർ ആയിഷയ്ക്കെതിരെ ഉണ്ടായത് കണ്ടു, അത്തരത്തിൽ KR മീരയ്ക്കെതിരെ ഉണ്ടായത് കണ്ടു. അങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലൊരു വിവാദം ഉയർന്നു വന്നപ്പോൾ നിരവധി സാഹിത്യകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് അത്തരമൊരു സംഗമം നടത്തിക്കൊണ്ട് തന്നെ ആ ആരോപണങ്ങളെ അല്ലെങ്കിൽ അത്തരം വിവാദങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ LDFന് സാധിച്ചു. പിന്നീട് നമ്മൾ കണ്ടു ഈ വർഗീയത പ്രധാന ഒരു പ്രചാരണമായി ആയുധമായി മാറുന്ന ഒരു കാഴ്ച ഇവിടെ കണ്ടു. അതായത്
ജമാഅത്തെ ഇസ്ലാമിയുടെ UDF-മായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ നൽകുന്നു. അതിനെ അനുകൂലിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അനുകൂലിച്ചുകൊണ്ട് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ മുൻപോട്ട് വരുന്നു. അപ്പോൾ വർഗീയതയ്ക്കെതിരെ ഒരു വലിയ ക്യാമ്പയിൻ അവസാന ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ അക്കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമുക്കറിയാം മുതിർന്ന ആളുകളെയാണ്, 60 വയസ്സിന് മുകളിലുള്ള പ്രായമായ ആളുകളെയാണ്. അപ്പോൾ അത്തരം ആളുകളുടെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഉയർന്നു വന്ന ഓരോ ആരോപണങ്ങൾക്കും അല്ലെങ്കിൽ ഉയർന്നു വന്ന ഓരോ വിഷയങ്ങളെയും അത് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താൻ LDF ക്യാമ്പിന് സാധിച്ചിട്ടുണ്ട്. താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ചുകൊണ്ട് തങ്ങളുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കി അല്ലെങ്കിൽ അത് മറ്റാളുകളിലേക്ക് പ്രത്യേകിച്ചും അൻവറിലേക്ക് വോട്ടുകൾ പോകാതിരിക്കാനുള്ള ചിട്ടയായ പ്രവർത്തനം താഴെത്തട്ട് മുതൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് നമുക്ക് ഇത്രയും ദിവസം ഗ്രൗണ്ടിൽ നിന്ന് വർക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അൻവർ കഴിഞ്ഞ 9 വർഷക്കാലം LDF-ന്റെ ഭാഗമായി നിലമ്പൂരിൽ വർക്ക് ചെയ്ത ആളാണ്. നിലമ്പൂരിൽ വലിയ രീതിയിലുള്ള ജനകീയ പിന്തുണ LDF-നായി നിന്നപ്പോൾ അൻവറിനുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പേഴ്സണൽ ബന്ധം ആളുകളുമായി അൻവറിനുണ്ടാകും. ആ ഇഷ്ടം അൻവറിനോട് ആളുകൾക്കുണ്ടാകും. പക്ഷേ അൻവർ LDF മുന്നണിയിൽ നിന്ന് മാറി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ ആദ്യഘട്ടത്തിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നില്ല, അൻവർ മാറി നിൽക്കുന്നു. പിന്നീട് മത്സരിക്കുന്നു, തൃണമൂൽ കോൺഗ്രസിൽ മത്സരിക്കുന്നു. പക്ഷേ അപ്പോഴും LDF-ൽ നിന്നും കൂടുതൽ വോട്ടുകൾ അൻവറിലേക്ക് പോകുമോ എന്ന സംശയം ആദ്യഘട്ടം മുതൽക്കേ തന്നെ LDF ക്യാമ്പിനുണ്ട്. പക്ഷേ അങ്ങനെ അത്തരത്തിലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അടിത്തട്ട് മുതൽ കൃത്യമായും പ്രചാരണം മുൻപോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രി 3 ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രചാരണം. അതിൽ പൊതുയോഗങ്ങളിൽ ഓരോ പഞ്ചായത്തിലും 7 പഞ്ചായത്തുകളാണുള്ളത്. 7 പഞ്ചായത്തിലും അദ്ദേഹം പൊതുയോഗങ്ങൾ ആരംഭിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത് അൻവർ എന്ന വഞ്ചകൻ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അൻവർ എന്ന വഞ്ചകൻ വരുത്തി തീർത്ത അല്ലെങ്കിൽ അൻവർ എന്ന വഞ്ചകൻ മൂലമുണ്ടായ ഉപതെരഞ്ഞെടുപ്പ് എന്ന വാക്കുകൾ ഉയർത്തിക്കൊണ്ടാണ്. അപ്പോൾ ഓരോ ഇടങ്ങളിലും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറ്റവും ആദ്യം ഉന്നം വെച്ചത് തന്നെ അൻവറിലേക്ക് വോട്ടുകൾ പോകാതിരിക്കുക എന്നുള്ളതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ അൻവറിലേക്ക് വോട്ടുകൾ പോകാതിരിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് മറ്റ് വിവാദ വിഷയങ്ങൾക്ക് ഉത്തരം നൽകുന്നതും പിന്നീടാണ് ഭരണ നേട്ടങ്ങൾ എണ്ണി പറയുന്നതും എല്ലാം അതിനുശേഷമാണ്. എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും നടന്ന പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി ഏകദേശം 1 മണിക്കൂറോളം സംസാരിച്ചു. ഓരോ പൊതുയോഗങ്ങളിലും എല്ലാ പൊതുയോഗങ്ങളും ആരംഭിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവറിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു. അൻവറിനെതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അൻവറിനെ പ്രതിരോധിക്കാൻ, അൻവറിന്റെ വഞ്ചനയ്ക്ക് ഉത്തരം നൽകാൻ നിലമ്പൂരിന് ലഭിച്ച ഒരു അവസരമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഓരോ പ്രസംഗങ്ങളും മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അവസാന ഘട്ടത്തിൽ MA ബേബി എത്തിയപ്പോഴും 2 ഇടങ്ങളിൽ മാത്രമാണ് അദ്ദേഹം പൊതുയോഗങ്ങളിൽ പങ്കെടുത്തത്. ആ 2 പൊതുയോഗങ്ങളിലും സമാന നിലയിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അൻവറിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് മുൻപോട്ട് വന്നത്. അതിനുശേഷമാണ് മറ്റുള്ള വിവാദ വിഷയങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞത്. അതിനുശേഷമാണ് വികസന കാര്യങ്ങൾ ഓരോന്നായി എണ്ണി പറയുന്നത്. പിന്നീട് ഉയർന്നു വന്ന വിവാദം ഇത്തരത്തിൽ മണ്ഡലത്തിൽ വികസനം ചർച്ച ചെയ്യാനില്ല എന്ന ആരോപണം UDF ക്യാമ്പിൽ നിന്നും ഉയർന്നു വന്നു. പ്രത്യേകിച്ചും VD സതീശന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്നും മണ്ഡലത്തിൽ വികസനമല്ല ചർച്ച ചെയ്യുന്നത്, വികസനം പറയാൻ LDF-നില്ല, കഴിഞ്ഞ 9 വർഷക്കാലം ചെയ്ത പ്രവർത്തനങ്ങളൊന്നും തന്നെ എടുത്തു പറയത്തക്ക ഒന്നുമില്ല എന്ന ആക്ഷേപം ആദ്യഘട്ടം മുതൽക്ക് ഉയർന്നു വരുന്നു. അതിൽ എല്ലാ പ്രചാരണ ഇടങ്ങളിലും ഇത്തരത്തിൽ തങ്ങളുടെ 9 വർഷക്കാലത്തെ ഭരണ നേട്ടം ഓരോന്നായി എണ്ണി പറയുകയായിരുന്നു. ക്ഷേമ പെൻഷനാണെങ്കിലും റോഡുകളാണെങ്കിൽ അതോടൊപ്പം തന്നെ ലൈഫ് മിഷനിൽ നൽകിയ വീടുകളുടെ എണ്ണം, റോഡുകളുടെ എണ്ണം, ലൈഫ് മിഷനിൽ നൽകിയ വീടുകളുടെ എണ്ണം, അങ്ങനെ ഓരോ നേട്ടങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട്, വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട്, ഇനി തുടരാൻ പോകുന്ന പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ് എന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് അത്തരത്തിലായിരുന്നു ഓരോ ഇടങ്ങളിലും പ്രചാരണ പരിപാടികൾ നടന്നത്. നമുക്കറിയാം അവസാനത്തെ ഒരാഴ്ച 10-ലധികം മന്ത്രിമാർ എല്ലാ ദിവസവും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തായിരുന്നു പ്രചാരണം നയിച്ചിട്ടുണ്ടായിരുന്നത്. മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ എത്തുന്നു, യുവ MLA-മാരെത്തുന്നു, യുവ നേതാക്കളെത്തുന്നു, DYFIയുടെ ഭാഗമായും SFIയുടെ ഭാഗമായും പ്രവർത്തിക്കുന്ന നേതാക്കളെത്തുന്നു. അങ്ങനെ ചിട്ടയായ പ്രവർത്തനം താഴെ അതിന്റെ പരിസമാപ്തിയിൽ എത്തുകയാണ് ബെൻസൺ.